ഒരു ബൗള് കാരമലൈസ്ഡ് ഷുഗർ നമുക്കെടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, പിന്നെ ഡേറ്റ്സ്, ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ കാഷ്നട്ട്, ഡ്രൈ ഗ്രേപ്സ്, നെയ്യ്, ഇംഗ്ലീഷ് ടോഫി, വാനില എസൻസ്, കൊക്കോ പൗഡർ. പിന്നെ ഒരു 10 മുട്ട, 12 എടുത്താലും കുഴപ്പമില്ല, നമുക്കെടുക്കാം. പിന്നെ കാർഡമം, ഗ്രാമ്പൂ, സിനമൺ, ഷുഗർ, ഇതെല്ലാം നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത് അരിക്കുമ്പോൾ ഇടാനുള്ളതാണ്. പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ് നമുക്കെടുക്കാം. ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗറാണ് കേട്ടോ. പിന്നെ സൺഫ്ലവർ ഓയിൽ, മൈദ എല്ലാം നമുക്കൊന്ന് എടുക്കാം. നമ്മളിന്ന് ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് മിക്സ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി മൈദ എടുത്തു, 7 കപ്പ് മൈദ എടുത്തു. അതിലേക്ക് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ രണ്ടും ഒരേ സ്പൂണാണ്. ഒരു ലേശം ഉപ്പും കൂടെ ചേർത്തു. 3 തവണ തെള്ളിയെടുത്ു. ഇപ്പോൾ കുറച്ച് പഞ്ചസാര, ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട അത് കുറേശ്ശെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പൊടിച്ച് ചേർത്തതാണത്. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു. പിന്നെ 10 മുട്ട എടുത്തു. മുട്ട നന്നായിട്ട് എഗ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തു. അതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു. വാനില എസൻസ് ഒഴിച്ച് ഒന്നുകൂടെ ബീറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് ടോഫി കുറച്ച് ഒഴിക്കണം. ഡേറ്റ്സ് കേക്കിന് അത് ഒഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ 1 ലിറ്റർ സൺഫ്ലവർ ഓയിൽ എടുത്തു. അതിലേക്ക് പഞ്ചസാര പൊടിച്ചത്, അത് 6 കപ്പ് പഞ്ചസാര പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. കാരണം ഡേറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് മധുരം ഉണ്ടാവും, അതുകൊണ്ടാണ് 1 കപ്പ് കുറച്ചത്. മറ്റേ മൈദയുടെ ഒപ്പം തന്നെ എടുക്കണ്ടേ. എന്നിട്ട് ഈ ഓയിലും പഞ്ചസാര പൊടിച്ചതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ നമുക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആ നെയ്യും കൂടെ, വെണ്ണ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തു. അത് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഷുഗർ, അപ്പം അത് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടിക്കണം. മുട്ട ബീറ്റ് ചെയ്തത് നമ്മളവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ എസൻസ് ഒക്കെ ഒഴിച്ചിട്ട് അത് നമുക്ക് ലാസ്റ്റ് അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ, ലാസ്റ്റ് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ മൈദയുടെ അകത്തേക്ക് ഒരു 3 സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്തു. ആ കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ട് മൈദയും കൊക്കോ പൗഡറും എല്ലാം കൂടി ഇട്ട് കുറേശ്ശെ ഇട്ടിട്ടാണ് കേട്ടോ ആ എണ്ണ പഞ്ചസാരയും കൂടെ മിക്സിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇളക്കിയെടുത്തു. അതിലേക്ക് നമ്മുടെ ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്ത് വെച്ചതും ഡേറ്റ്സ് അരിഞ്ഞു വെച്ചേക്കുന്നതും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ ഡേറ്റ്സ് കേക്കിന് എന്താ ചെയ്യേണ്ടത്, ക്യാരറ്റ് കേക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വീഴുന്ന പരുവത്തിനേക്കാളും ഉപരി അത് ഇച്ചിരി കോരിയിടുന്ന പാകത്തിനാണ് കേട്ടോ വരേണ്ടത്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ആ മുട്ട അടിച്ചു വെച്ചേക്കുന്നതും കൂടെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ബട്ടർ തേച്ച് വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്ക് ഇനി ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കാഷ്യൂം ഡേറ്റ്സും എല്ലാം ഇടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് വെക്കണം. എന്നാ വെച്ചാൽ ഇങ്ങനെ ഒന്ന് തട്ടി വെക്കണം, അല്ലെങ്കിൽ ആ ബബിൾസ് ഇടയിൽ കയറി നമ്മൾ ആ ഒരു ബബിൾസ് ഇടയിൽ ഉണ്ടാവും നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ. ലിറ്ററിൻ്റെയാണ് ഈ OTG. അപ്പോൾ അതാണെങ്കിൽ 230 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യും. അതിനുശേഷം നല്ല ചൂടായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ അതിനകത്തേക്ക് എടുത്ത് വെക്കുന്നു. അത് കഴിഞ്ഞ് 230 തന്നെ ഞാനൊരു 20 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കും. കാരണം വലിയ ട്രെയിലായിരിക്കും വെക്കുന്നത്. അപ്പോൾ അതായി വരാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം വേണമല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഞാനൊരു 180ലേക്ക് ഇടും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു 20 മിനിറ്റും കൂടെ കഴിയുമ്പോഴത്തേക്കിനും ഒന്ന് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് നോക്കണം അത് ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ മുകളിൽ കളറ് മാറണുണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ. നമ്മൾ കൂടുതൽ നേരം വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കളറ് ഇച്ചിരി വങ്ങിപ്പോയ പോലെ ഫീൽ ആവും. നല്ല ഒന്നാന്തരം കേക്ക് കുക്കറിലാണെങ്കിലും ഇങ്ങനെ തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ആദ്യമേ നല്ല ചൂടുണ്ടാക്കിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് ചൂട് കുറച്ച് വെക്കണം, ഏറ്റവും സിമ്മിലിട്ട് വെക്കണം.
അടപ്പും കൂടെ അടച്ച് വെച്ചിട്ട് വേണം കുക്കറിൽ ചൂടാക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ചൂടായി കഴിഞ്ഞ് നല്ല ചൂടായി പ്രീ ഹീറ്റ് ചെയ്യാന്ന് പറയുമല്ലോ, എന്നിട്ട് കേക്ക് ടിൻ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് അകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് ചൂട് വെച്ചിട്ട് പിന്നെ സിമ്മിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പം മിക്കവാറും ആയിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മോനുവിന് ഹോസ്റ്റലിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇത്രയും കൂടുതൽ ഉണ്ടാക്കിയത്. അതായത് ഏകദേശം 1 കിലോ വീതമാണ് എല്ലാം എടുത്തേക്കുന്നത് കേട്ടോ. അത്രയും വെച്ചിട്ടാണ് ഇത്. എന്നാൽ പോലും അപ്പം തന്നെ തീർന്നു പോവും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇത്രയും ഉണ്ടാക്കിയതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും ചെയ്യാറില്ല. അപ്പോൾ ഇതിടയ്ക്ക് അവൻ വന്ന് പോകുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ ഉണ്ടാക്കി കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.